ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം അപ്പ് 23. തുടരും അതുപോലെ എമ്പുരാൻ എന്നീ രണ്ട് മെഗാ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഇനി വരാനുള്ള ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കഷൻ ചെയ്യുന്നത്. അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം, മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് ചിത്രമാണ്. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ചിത്രം തുടരും എമ്പുരാൻ എന്ന ചിത്രത്തോളം വരില്ല എന്ന് തന്നെയാണ്. ഏകദേശം ഒരു ഏവറേജ് ചിത്രമായി ഇത് ഒതുങ്ങും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അതിനുശേഷം വരുന്ന മോഹൻലാൽ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മോഹൻലാൽ ആരാധകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യമേ വിചാരിക്കുക എന്താണ് ഹൃദയപൂർവ്വം ഹിറ്റാവാത്തതെന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. തുടരും എമ്പുരാൻ എന്നീ രണ്ട് ചിത്രങ്ങളോളം ഹൃദയപൂർവ്വം വരില്ല എന്നാണ്. എന്തായാലും ഷുവർ ഹിറ്റായിരിക്കും ഹൃദയപൂർവ്വം എന്ന ചിത്രം. എന്നാൽ കളക്ഷന്റെ കാര്യത്തിൽ ഹൃദയപൂർവ്വം ഈ രണ്ട് ചിത്രങ്ങളെയും മറികടക്കില്ല എന്നത് ഉറപ്പാണ്. സത്യനന്ദിക്കാടിന്റെ ചിത്രമാണ്. ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥയായിരിക്കും. സത്യനന്ദിക്കാടിന്റെ മുൻകാല ചിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഏകദേശം ആ ഒരു പാറ്റേണിലുള്ള ചിത്രങ്ങൾ തന്നെയാകാനാണ് സാധ്യത. ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി, മഹേഷ് നാരായണനും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ്. മോഹൻലാലിന് പ്രാധാന്യമുള്ള ഒരു റോള് തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത്. മോഹൻലാലിനെ കൂടാതെ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഈ ചിത്രത്തിലുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. മറ്റൊരു ചിത്രം ദൃശ്യം 3 ആണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും. ദൃശ്യം 3 പ്രഖ്യാപിച്ചത് മുതൽ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ദൃശ്യം സീരീസിന്റെ അവസാന ഭാഗമായിരിക്കും ഇതെന്നും കേൾക്കുന്നുണ്ട്. പിന്നീട് ഏവരും ഉറ്റുനോക്കുന്നത് മോഹൻലാലും അമൽ നീരദും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ്. സാഗർ എലിയാസ് ജാക്കി എന്ന ചിത്രത്തിന് ശേഷം ആദ്യമായാണ് ഇവര് ഒന്നിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വൻ പ്രചരണങ്ങളാണ് ഈ ചിത്രങ്ങളെ കുറിച്ച് ഇപ്പോൾ നടക്കുന്നത്. മോഹൻലാലും അമൽ നീരദും ഒന്നിക്കുമ്പോൾ കൂടെ ആസിഫ് അലിയും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ടെന്നാണ് വിവരം. കൂടാതെ സൗബിൻ ഷായറും ഈ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ഈ വർഷ അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന അമൽ നീരദ് ചിത്രമാണിത്. അമൽ നീരദിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായിട്ടാണ് ഈ മോഹൻലാൽ ചിത്രം അണിഞ്ഞൊരുങ്ങാൻ പോകുന്നത്. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലുമായിട്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. എന്നാൽ ഇതുവരെയായിട്ടും ഈ ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകർ കൺഫ്യൂഷനിലാണ്. അമൽ നീരദ് മമ്മൂട്ടിയെ വെച്ചും ഒരു ചിത്രം ചെയ്യുന്നുണ്ട് എന്ന വാർത്തകളും ഇതിനു മുന്നേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. എന്തായാലും മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും അമൽ നീരദിന്റെ അടുത്ത ചിത്രത്തിൽ നായകനാകുക എന്നറിയാൻ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാകും അടുത്ത നായകൻ, മമ്മൂട്ടിയോ മോഹൻലാലോ? പിന്നീടുള്ളത് അൻവർ റഷീദ് ഒരുക്കുന്ന ചിത്രമാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും അൻവർ റഷീദും ഒരുമിക്കാൻ പോകുന്നു എന്നൊരു മറ്റൊരു അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ചോട്ടാ മുംബൈ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിക്കാൻ പോകുന്ന ചിത്രമാകും ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയയിൽ അത്രയോളം ചർച്ചകളാണ് ഈ രണ്ട് ചിത്രങ്ങളെയും കുറിച്ച് നടക്കുന്നത്. എന്തായാലും ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അൻവർ റഷീദ് ചിത്രം നടക്കുകയാണെങ്കിൽ ഈ വർഷ അവസാനമോ അടുത്ത വർഷ ആദ്യമോ ആയിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. അങ്ങനെയെങ്കിൽ അൻവർ റഷീദ് ചിത്രത്തിൽ മോഹൻലാലിന്റെ എല്ലാ തരത്തിലുള്ള പ്രകടനവും കാണുന്ന ഒരു മികച്ച എന്റർടൈനർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അമൽ നീരദ് ചിത്രം മിക്കവാറും ഒരു ആക്ഷൻ ത്രില്ലർ ആകാനാണ് സാധ്യത. അതിനുശേഷം മോഹൻലാൽ ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ ബ്ലസി ഒരുക്കുന്ന അടുത്ത ചിത്രത്തിൽ നായകൻ മോഹൻലാലാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും കൈകോർക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് കലാമൂല്യമുള്ള മികച്ചൊരു സിനിമ ഈ കൂട്ടുകെട്ടിലൂടെ ലഭിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വർഷമാകും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക. സംവിധായകൻ ബ്ലസി തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയതും. അതിനുശേഷം കൃഷാന്ത് ഒരുക്കുന്ന ചിത്രത്തിലും മോഹൻലാൽ തന്നെയാണ് നായകൻ. ഇതൊരു ക്രൈം റിലേറ്റഡ് സ്റ്റോറിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല.
അതുകൂടാതെ കൃഷാന്ത് മമ്മൂട്ടിയെ വെച്ചും ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട്. കൃഷാന്ത്, അൻവർ റഷീദ്, അമൽ നീരദ് ഈ 3 പേരും ആരെ വെച്ചാകും അടുത്ത സിനിമ ചെയ്യുക എന്ന് തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അതിനു കാരണം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേര് വെച്ച് സോഷ്യൽ മീഡിയയിൽ മികച്ച ചർച്ചകളാണ് നടക്കുന്നത്. അൻവർ റഷീദ് ഒരുക്കാൻ പോകുന്നത് അടുത്ത മമ്മൂട്ടി ചിത്രമാണെന്നും അതല്ല മോഹൻലാൽ ചിത്രമാണെന്നും ഉള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമൽ നീരദിന്റെയും കൃഷാന്തിന്റെയും ഈ 3 ചിത്രങ്ങളുടെയും ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് വരാതെ നമുക്കൊന്നും പറയാനാകില്ല. എന്തായാലും മികച്ച സിനിമകളാകും ഈ 3 അണിയറയിൽ പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മലയാള സിനിമയ്ക്ക് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങാൻ തന്നെയാണ് മോഹൻലാൽ തീരുമാനിച്ചത്. 2025-26 വർഷത്തിൽ മോഹൻലാൽ മലയാളത്തിലും അന്യഭാഷയിലും ഒരുപോലെ സ്റ്റാർ ആകുന്ന കാഴ്ച തന്നെയാകും നമുക്ക് കാണാൻ കഴിയുക. തെലുങ്കിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ വരുന്നുണ്ട്. വൃഷഭ എന്ന ചിത്രത്തിൽ ഷൂട്ടിംഗ് ഏകദേശം പൂർണ്ണമായി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരു ചരിത്ര വേഷത്തിൽ തന്നെയാണ് മോഹൻലാൽ എത്തുന്നത്. ചിത്രത്തിന്റെ ഒരുപാട് സ്റ്റില്ലുകളൊക്കെ മുന്നേ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഉടനെ പുറത്തുവിടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുകൂടാതെ കണ്ണപ്പ എന്ന ചിത്രത്തിൽ ഒരു മികച്ച ഗസ്റ്റ് വേഷത്തിലും മോഹൻലാൽ വരുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. അതുകൂടാതെ ജയിലർ 2 എന്ന ചിത്രത്തിലും മോഹൻലാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 1ാം ഭാഗത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം മോഹൻലാൽ ജയിലർ 2-ൽ ഉണ്ടാകും. മറ്റനവധി ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം ഏതാണ്? മോഹൻലാൽ എമ്പുരാൻ തുടരും എന്ന ചിത്രത്തിലൂടെ നേടിയെടുത്ത റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ ഏത് ചിത്രമാകും മറികടക്കുക? അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്ര കോടി ക്ലബിൽ കയറും? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ സാധ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു.